നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്രീസിലെത്തിയാൽ പിന്നെ വെടിക്കെട്ട് മാത്രം. സിംബാബ്വെ ബൌളർമാരെ ഓറഞ്ച് ജ്യൂസ് പോലെ പിഴിഞ്ഞെടുത്ത് സഞ്ജു സാംസൺ. ഒരിക്കൽ കൂടി ഇന്ത്യൻ കുപ്പായത്തിൽ സഞ്ജു ഷോ കണ്ട ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയം. പക്ഷേ ഗംഭീര തുടക്കത്തിന് ശേഷം സഞ്ജു വീണ്ടും ആരാധകരെ നിരാശപ്പെടുത്തിയോ? ശ്രീകാന്തിന്റെ രസകരമായ പ്രതികരണം കാണാം. T20 ലോകകപ്പിൽ ഒരിക്കൽ കൂടി ഇന്ത്യൻ കുപ്പായത്തിൽ വളരെ നല്ലൊരു തുടക്കം ലഭിച്ച ശേഷം അത് വലിയ സ്കോറാക്കി മാറ്റാനാവാതെ പുറത്തായിരിക്കുകയാണ് സഞ്ജു സാംസൺ. സിംബാബ്വേയുമായുള്ള സൂപ്പർ 8 പോരാട്ടത്തിൽ 24 റൺസ് നേടിയാണ് അദ്ദേഹം ക്രീസ് വിട്ടത്. 15 ബോളുകൾ നേരിട്ട സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ 2 സിക്സറും ഒരു 4ഉം ഉൾപ്പെട്ടിരുന്നു. ടൂർണമെന്റിൽ രണ്ടാം തവണയാണ് അദ്ദേഹത്തിന് 20 കളിൽ വിക്കറ്റ് നഷ്ടമായത്. നേരത്തെ നമീബിയയുമായുള്ള ഗ്രൂപ്പ് മത്സരത്തിൽ സഞ്ജു 8 ബോളിൽ 22 റൺസ് നേടി മടങ്ങിയിരുന്നു. വീണ്ടും നല്ല തുടക്കത്തിനു ശേഷം വിക്കറ്റ് കൈവിട്ടെങ്കിലും സഞ്ജുവിന്റെ ഇന്നിംഗ്സിന് വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. ടീമിനെ അഗ്രസീവായി തുടങ്ങാനും അഭിഷേക് ശർമ്മയെ ക്രീസിൽ നിലയുറപ്പിക്കാനും സഹായിച്ച ഈ പ്രകടനത്തെ എല്ലാവരും പ്രശംസിക്കുന്നു. അതിനിടെ സഞ്ജുവിന് വലിയ ഇന്നിംഗ്സ് കളിക്കാൻ കഴിയാതെ പോയതിൽ നിരാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ് മുൻ സൂപ്പർ താരം കെ ശ്രീകാന്ത്. ഇന്ത്യയും സിംബാബ്വേയും തമ്മിൽ ചെന്നൈയിൽ നടന്ന മത്സരത്തെക്കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിൽ വിശകലനം നടത്തവെയാണ് സഞ്ജു സാംസണിന്റെ ഇന്നിംഗ്സിനെക്കുറിച്ച് കെ ശ്രീകാന്ത് സംസാരിച്ചത്. നല്ലൊരു തുടക്കം കിട്ടിയിട്ടും അത് മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കാതെ പോയതിൽ അദ്ദേഹം നിരാശയും പ്രകടിപ്പിച്ചു. ചെപ്പോക്കിലെ മത്സരത്തിൽ കളിയുടെ തുടക്കത്തിൽ പിച്ചിൽ അല്പം ജ്യൂസ് ഉണ്ടായിരുന്നു. എന്നാൽ സിംബാബ്വേയുടെ ബൌളിംഗ് ആക്രമണത്തെ സഞ്ജു സാംസൺ ഓറഞ്ച് ജ്യൂസ് പോലെ പിഴിഞ്ഞെടുത്തു. പക്ഷേ അവൻ നല്ല തുടക്കം വീണ്ടും പാഴാക്കി. സഞ്ജുവിനെ ഇവിടെ സെഞ്ചുറി അടിക്കാൻ സാധിക്കുമായിരുന്നു. ബാക്ക് ഫൂട്ടിൽ മിഡ്ഡോണിലൂടെ അടിച്ച ആ സിക്സർ എത്ര ഗംഭീരമായിരുന്നു. കൂടാതെ ബാക്ക് ഫൂട്ടിൽ സ്ട്രെയിറ്റായും അവൻ കിടിലനൊരു സിക്സർ നേടി. ഈ തരത്തിൽ ബാക്ക് ഫൂട്ടിൽ മിഡോണിലൂടെയും സ്ട്രെയിറ്റായുമെല്ലാം സിക്സർ നേടുക എളുപ്പമല്ല. അതിനായി അസാധാരണ കഴിവ് തന്നെ ഉണ്ടാവണം. അതിഗംഭീരമായിട്ടാണ് സഞ്ജു തുടങ്ങിയത്. പക്ഷെ പിന്നാലെ ഔട്ടാവുകയും ചെയ്തു. സഞ്ജു, എന്താണ് നീ ഈ തരത്തിൽ വീണ്ടുമൊരു അവസരം കൂടി പാഴാക്കിയത്? ഈ കളിയിൽ നീ ഉറപ്പായും 50 നേടുമെന്നാണ് ഞാൻ കരുതിയത്. ദൈവം നിന്റെ കൂടെയാണ് സഞ്ജു. ഈ തരത്തിൽ കൈവിട്ട് കളയല്ലേയെന്നും ശ്രീകാന്ത് നിരാശയോടെ പറഞ്ഞു. ചിലപ്പോൾ വരാനിരിക്കുന്ന വലിയ മത്സരങ്ങളിലേക്ക് തന്റെ മികച്ച ഇന്നിംഗ്സുകൾ സഞ്ജു കാത്തുസൂക്ഷിക്കുകയാവാമെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. നിർണായക മത്സരങ്ങളിൽ അവൻ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നുറപ്പാണ്. സഞ്ജു ടീമിനു നൽകിയ തുടക്കം കാരണം ഗുണം കിട്ടിയത് അഭിഷേക് ശർമ്മയ്ക്കാണ്. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ വലിയ ഷോട്ടുകളിലേക്ക് അവന് പോവേണ്ടിയും വന്നില്ല. അഭിഷേകിനെ സംബന്ധിച്ച് ഇത് നല്ല കാര്യമാണെന്നും ശ്രീകാന്ത് നിരീക്ഷിച്ചു. മിന്നുന്ന ഫോമിലുള്ള ഇഷാൻ കിഷനെ 3-ാം നമ്പറിലേക്ക് മാറ്റിയാണ് ഈ കളിയിൽ സഞ്ജുവിനെ വീണ്ടും ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്നത്. ഈ നീക്കം ക്ലിക്കാവുകയും ചെയ്തു. ടൂർണമെന്റിൽ ആദ്യ വിക്കറ്റിലെ ഏറ്റവും മികച്ച തുടക്കമാണ് ഇന്ത്യയ്ക്ക് ലഭിച്ചത്. 22 ബോളിൽ 48 റൺസ് കൂട്ടിച്ചേർക്കാൻ ഇന്ത്യയ്ക്കു കഴിഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞതുപോലെ ദൈവം സഞ്ജുവിനൊപ്പമുണ്ട്. നമ്മൾ ആരാധകരും സഞ്ജുവിന്റെ ആ വലിയ ഇന്നിംഗ്സിനായുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ ഓരോരുത്തരും. ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള കൂടുതൽ വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.